ഉറപ്പായും ഐ.എസ്.എല്ലിൽ മാറ്റങ്ങൾ വേണ്ട ഒരു ക്ലബ്ബ് തന്നെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ്. ഐ.എസ്.എല്ലിൽ ഏറ്റവും മോശമായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 7 മത്സരങ്ങളിൽ നിന്ന് 1 പോയിന്റ് കൂടി മാത്രം ഐ.എസ്.എല്ലിൽ നിലവിൽ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് റെലിഗേഷൻ തൊട്ടില്ല എന്ന തരത്തിലാണുള്ളത്. അതിനാൽ തന്നെ നിലവിൽ കൂനിന്മേൽ കുരു പോലെ മാനേജ്മെൻറ്റിന് ഇപ്പോൾ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം വലിയ പ്രഷറാണ് ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പുറത്തുള്ളത്. സോ ഇതിനൊക്കെ തന്നെ എസ്കേപ്പ് ആവണമെങ്കിൽ ഉറപ്പായും അനേകം മാറ്റങ്ങൾ ടീമിൽ കൊണ്ടുവരേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ കോച്ചായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കരീം ബെനാരിഫ് എന്ന് പറയുന്ന താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചു. പക്ഷേ ഇദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുവാണ്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വിദേശ കോട്ടകളെല്ലാം തന്നെ ഫില്ലായിട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ താരങ്ങളെ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ പുതിയ താരമായിട്ടുള്ള ഇദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുവാണ്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിക്കത്തുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ജെയ് കൊറ്റിങ്കോ എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡിനെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന് പകരമായിട്ടായിരിക്കും കരീം ബെനാരിഫ് ടീമിലേക്ക് എത്തുക. ആ ഒരു സാഹചര്യത്തിൽ മാർക്കസ് മിലാവ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പുതിയ സ്ട്രൈക്കർ കൂടി വരുന്ന തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു സ്ട്രൈക്കറിൻ്റെ കൺഫർമേഷൻ, അതായത് അദ്ദേഹത്തിൻ്റെ സൈനിങ് ഒക്കെ തന്നെ കൺഫേം ആയി എന്ന തരത്തിൽ നിലവിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് താരങ്ങളും പുതിയ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ പോലും ഈ ഒരു ടീമിനെ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ, അതായത് സൂപ്പർ കപ്പിന് മുൻപോടിയായിട്ട് ഒരു മികച്ച സ്കോഡ് ഉണ്ടായിരുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ ഒരു ചെറിയ തരത്തിലാണെങ്കിൽ പോലും വലിയ തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത മാനേജ്മെൻറ്റ് ഉറപ്പായും തന്നെ അതിൽ ഇപ്പോൾ ഒരു കുന്മേൽ കുരുവായിട്ടുള്ള പ്രശ്നത്തിലാണ് ഉള്ളത്. അന്ന് സൂപ്പർ കപ്പിനുണ്ടായിരുന്ന അതേ ഒരു സ്കോഡിനെ ഡേവിഡ് കെറ്റാലയുടെ കീഴിൽ ഐ.എസ്.എല്ലിന് വേണ്ടി അണിനിരത്തുകയായിരുന്നുവെങ്കിൽ ഉറപ്പായും ഈ ഒരു സിറ്റുവേഷൻ ബ്ലാസ്റ്റേഴ്സിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയില്ലായിരുന്നു. കാരണം നോവ സദോയ്, അഡ്രിയാൻ ലൂണ തുടങ്ങിയ മികവേറിയ താരങ്ങൾ, അത് മാത്രമല്ല സൂപ്പർ കപ്പിൽ തൻ്റെ മികവ് കാണിച്ചു തന്നിട്ടുള്ള കോൾദോ ഒബേറ്റ തുടങ്ങിയ താരങ്ങൾ പോലും ടീമിലുണ്ടായിരുന്ന സിറ്റുവേഷൻ ആയിരുന്നു. യുവാൻ റോഡ്രിഗസ് ആവട്ടെ, അതിനെല്ലാം പുറമെ തിയാഗോ ആൽവസ് ആവട്ടെ, ഇങ്ങനെ അനേകം താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവരെല്ലാം പുറത്താക്കിക്കൊണ്ടായിരുന്നു ഒരു ബഞ്ച് ഓഫ് ലോക്കൽ പ്ലേയേഴ്സിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസൾട്ടിൽ കൃത്യമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 7 കളികളിൽ നിന്ന് 6 തോൽവിയാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഒരു സമനില മാത്രമാണ് ടീമിലുള്ളത്. ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തിട്ടുള്ളത് വെറും 3 ഗോളുകളാണ്. ഇതിൽ 2 സെറ്റ് പീസിൽ നിന്നാണ് നേടിയെടുത്തിട്ടുള്ളത്. അതും 2 മലയാളി താരങ്ങളുടെ മികവേറിലാണ് കൂടുതൽ ഗോളുകളും വന്നിട്ടുള്ളത്. സോ ആ സാഹചര്യത്തിൽ വിദേശ താരങ്ങളുടെ പ്രസൻസ് ഓഫ് ഗെയിമിംഗ് വളരെയധികം താഴോട്ട് പോയ സിറ്റുവേഷനിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. നിലവിൽ ഐ.എസ്.എല്ലിൽ സെക്കൻഡ് ലാസ്റ്റുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് അതിൽ നിന്ന് മുൻപോട്ട് കടന്നു വരേണ്ടത് അനിവാര്യമായ സിറ്റുവേഷനാണ്. അതിനാൽ തന്നെ മാറ്റങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടത്തുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഇതിനെല്ലാം പുറമെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ച് പദവിയിലേക്ക് നിലവിൽ ഐ.എസ്.എല്ലിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള മുൻ ജംഷഡ്പൂർ FC താരമായിട്ടുള്ള പീറ്റർ ഹാഡ്ലി എത്തുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ കൺഫർമേഷനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. എങ്കിൽ പോലും നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. പീറ്റർ ഹാഡ്ലി ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിങ് യൂണിറ്റിൽ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടായിരിക്കും എത്തുക. ഇതിൽ നിന്ന് എന്ത് മാറ്റം ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷിക്കാം എന്നുള്ളതൊന്നും അറിയത്തില്ല. എങ്കിൽ പോലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസ് ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്നതാണ്. അദ്ദേഹം ഒരു ഡിഫൻഡറാണ്. സോ ഡിഫെൻസീവ് ഗെയിമിങ്ങിൽ കൂടുതൽ മികവ് താരങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിന് ഒരു കോച്ച് എന്ന നിലയിൽ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാവുന്നതാണ്.